പേര് ശ്രേയ, അച്ഛൻ ബാലേന്ദ്രൻ, അമ്മ ഷീല. ഒരു ചേച്ചിയുണ്ട് പൂജ, കല്യാണം കഴിഞ്ഞപ്പോൾ ഹൈദരാബാദിലാണ്. ശ്രേയ BSc നഴ്സിംഗ് കഴിഞ്ഞു, ജോലിയൊന്നും ആയിട്ടില്ല. കുടുംബമായിട്ട് ആര്യശയിലാണ് താമസിക്കുന്നത്. കല്യാണാലോചനകൾ നോക്കുന്നുണ്ട്. ശരിയല്ലേ? പേരരുൺ, അച്ഛൻ മരിച്ചുപോയി. അമ്മ ജയന്തി. ഒരു ചേച്ചിയുണ്ട് ആര്യ, കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സാണ്. കല്യാണാലോചനകൾ നോക്കുന്നുണ്ട്. ശരിയല്ലേ? അല്ല, ശരിയാണ്. ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു വരാം. എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. വീട്ടിലോട്ട് പെണ്ണ് വെച്ച് വന്നോട്ടെ. ഇവൻ സ്ഥിരം അവിടെ തൊഴാൻ പോകും. അവിടെ വെച്ച് ശ്രേയെ കണ്ട് ഇഷ്ടപ്പെട്ട് ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ടാണ് പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചത്. എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളും നിങ്ങളുടെ രീതിക്ക് അന്വേഷണം ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ അന്വേഷിച്ചൊന്നുമില്ല. ഇനി സമയമുണ്ടല്ലോ. നിങ്ങൾ ആദ്യം വന്ന് കണ്ടിട്ട് പോയതിന് ശേഷം ആവാമെന്ന് വിചാരിച്ചു. അത് പറ്റൂല. ഇന്ന് തന്നെ നിങ്ങളുടെ രീതിയിൽ ഞങ്ങളെപ്പറ്റി അന്വേഷിച്ച് ബോധ്യപ്പെടണം. കാര്യങ്ങളൊക്കെ നേരെ വാ നേരെ പോ. അതാണ് ഞങ്ങളുടെ രീതി. അന്വേഷിക്കാം. എന്നാൽ പിന്നെ ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പോയി. ഇനി നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ വെറുതെ ആയിപ്പോവും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് അങ്ങോട്ട് വരൂ. വരുമ്പോൾ ശ്രേയം കൂടെ വരണം. അല്ല, കല്യാണത്തിന് മുമ്പ് പെണ്ണുങ്ങൾ അങ്ങനെ ആണുങ്ങൾ വീട്ടിൽ പോണ ചടങ്ങില്ലല്ലോ. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ജീവിക്കാൻ പോണ വീട് കല്യാണത്തിന് മുമ്പ് പെണ്ണ് കണ്ടിരിക്കണം. പിന്നെ കയറി വന്നിട്ട് വീട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുതല്ലോ. അതുകൊണ്ട് ശ്രേയ കണ്ട് എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് ഉറപ്പിക്കാം. എന്താ? അങ്ങനെ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ഒരു വല്ലാത്ത ടൈപ്പ് ആൾക്കാർ എന്നാന്ന് തോന്നുന്നു. എന്തോന്ന് ടൈപ്പ്? അവരുള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു, അത്രേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടായി ചേട്ടൻ. ഞാൻ അന്വേഷിച്ചു, നല്ല ക്യാഷ് ടീമാണ്. അതിൻ്റെ കൊമ്പ് കാണാനും ഉണ്ട്. അത് കാണിക്കാനുള്ളത് അവരുടെ കയ്യിലുണ്ട്. അച്ഛൻ ഇന്ന് എന്നെ വിളിച്ചന്വേഷിച്ച് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരും, എല്ലാം ഉറപ്പിക്കാമെന്ന് പറയണം. മനസ്സിലായാ? നല്ല ബന്ധമൊക്കെ തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഞങ്ങളെല്ലാം അന്വേഷിച്ചു. ഓക്കെയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവാം. ശ്രേയയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പ് വല്ലതും ഉണ്ടോന്ന്? ഇല്ല. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ ശ്രേയ വീടൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം. ഇത് അമ്മയുടെ റൂമാണേ. നമുക്കത് മുകളിലേക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഇത് പൂജാമുറി. മോള് പുറത്താണല്ലേ? അതാണ് നമ്മുടെ റൂം. അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം. ഭയങ്കര ഗ്രാൻഡായിരുന്നു. എൻ്റെ കല്യാണം ഇതിനേക്കാളും ഗ്രാൻഡായിട്ട് നടത്തണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അത് തന്നെ. എല്ലാം കണ്ടിറങ്ങി ചെയ്താൽ മതി. ഞങ്ങൾക്ക് ലെറ്റർ നേരത്തെ അടിക്കണം. കുറേ പേരെ വിളിക്കാനുണ്ടേ. ബന്ധുക്കളൊക്കെ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. ആ, വീടൊക്കെ ഓക്കെ അല്ലേ? ആ, ഈ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കാതെ നല്ല ഹോസ്പിറ്റലിൽ നോക്കിക്കൂടെ? അങ്ങനെ ചോദിക്കേച്ചി. ലോൺ എടുത്ത് പഠിപ്പിച്ചിട്ട് വെറുതെ നിൽക്കുന്നു. ഇപ്പം ആ ലോൺ അടിച്ച് തീർക്കണം ഞങ്ങളാ. ഈ കല്യാണം കഴിഞ്ഞാലേ വെറുതെ വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ജോലിക്ക് വേണം. ജോലിയില്ലാത്ത പെണ്ണിനെ പുല്ല് വിലയാ. ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത് നല്ല മുഹൂർത്തം നോക്കി നമുക്ക് ഇതങ്ങ് നടത്താം. അടുത്ത ആഴ്ച ഒരു ഡേറ്റ് നോക്കിയിട്ട് ഉറപ്പിക്കലിന് അങ്ങോട്ട് വരാം. അങ്ങനെ ആവട്ടെ. പിന്നെ കൊടുക്കൽ വാങ്ങലെ പറ്റി ഞങ്ങളൊന്നും സംസാരിക്കില്ല. നിങ്ങളുടെ മോളുടെ കല്യാണം നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്തിയാൽ മതി. അടുത്ത ആഴ്ച അവർ പറഞ്ഞതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്യണ്ടേ അമ്മ? എനിക്ക് ഇവിടെ കിടന്ന് മരിക്കാനൊന്നും വയ്യ. നമുക്ക് ആഹാരം വല്ല കാറ്ററിംഗിൽ ഓർഡർ ചെയ്യാം. ആഹാരത്തിന്റെ കാര്യം എന്റെ പൊന്നമ്മ, ഇവിടെ പെണ്ണുങ്ങളൊക്കെ വരണതാണ്. ഈ അടുക്കള കണ്ട എന്റെ കല്യാണം മുടങ്ങും. പിന്നെ എന്റെ അടുക്കള പറഞ്ഞോണ്ടല്ല, ഇവിടെ ചോറിട്ട് തിന്നാം. അത്ര വൃത്തിയാണ്. ആ, തറയിൽ തന്നെ കൊടുക്കേണ്ടി വരും. ഒറ്റ പാത്രം ഉണ്ട് ഇവിടെ ആക്രി പരുവത്തിലല്ലാത്തത്. കുറെ ജാമ്പവാന്റെ കാലത്തെ പാത്രങ്ങൾ. അതിനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയണത്? പുതിയത് വാങ്ങണം. വാങ്ങാം. ഇത് വാങ്ങല്ലേ അമ്മ? ഓ, ഇത്ര വലുത് വേണ്ട മോളെ. നമ്മുടെ വീട്ടിലത് ഇത് മതി. ഇത് കറക്റ്റ്. മാം, ഇൻഡക്ഷൻ സ്റ്റവ് നോക്കുന്നുണ്ടോ? ഇതിന്റെ വില എത്ര? മാം, ഇത് 2785. ഇപ്പോൾ വേണ്ട, പിന്നെ വാങ്ങാം. വീട്ടിലൊരെണ്ണം ഇരിപ്പുണ്ട്.
അത് കേടാകാറായി, സാരമല്ല, നമുക്ക് പിന്നെ വാങ്ങാം. എന്നാൽ പിന്നെ എക്സ്ചേഞ്ച് ചെയ്തൂടെ മാം? അത് ഒത്തിരി പഴയതാണ്, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ പരുവത്തിലൊന്നുമല്ല. അയ്യോ സാർ, എത്ര പഴയതാണെങ്കിലും ഏത് ബ്രാൻഡാണെങ്കിലും ട്രിവാൻഡ്രം പട്ടം പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവിൽ എക്സ്ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എനിത്തിങ് ഫോർ എനിത്തിങ് ഓഫർ നടക്കുവാണേ സാർ. എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സാധനം MRPന്ന് 60% വരെ ഡിസ്കൗണ്ടോടെ വാങ്ങാം. പിന്നെ സാറേ, എക്സ്ചേഞ്ചിലൂടെ ചിമ്മിനി പോലുള്ള ഐറ്റംസ് ആണ് വാങ്ങുന്നതെങ്കിൽ 50% വരെ ഡിസ്കൗണ്ടും ലൈഫ് ടൈം വാറണ്ടിയും ഉണ്ട്. ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ്, അതിനൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടാവും? ഉണ്ടല്ലോ സാർ. കുക്കർ, സ്റ്റൗ, കിച്ചൺ അപ്ലയൻസസ് അങ്ങനെ എന്തും ഈ സ്കീമിലൂടെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേട്ടാ അത് കൊള്ളാമല്ലോ. എനിക്ക് ഞങ്ങൾ വീട്ടിൽ പോയിട്ടേ കുറേ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, അതുമായിട്ട് വരാം. ഇത് എക്സ്ചേഞ്ചിന് വന്നാണെന്നൊന്നും പറയാൻ നിൽക്കില്ലേ, നാണക്കേട്. പുതിയത് വാങ്ങാൻ വന്നെന്ന് പറഞ്ഞാൽ മതി. അമ്മ. ആ ചേച്ചി, ഞങ്ങൾ കല്യാണം പ്രമാണിച്ച് കുറച്ച് തട്ടോട് സാധനങ്ങൾ പുതിയത് വാങ്ങാൻ വന്നതാ. വീട്ടിലിരിക്കണതൊക്കെ പഴയതായേ. ആണോ? ഞാൻ എൻ്റെ പഴയ മിക്സി കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. ഇവിടെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടല്ലോ, അതേ പൈസയും കളയണ്ട. അപ്പോൾ പിന്നെ ഉറപ്പിക്കലിന് കാണാം നമുക്ക്. പിന്നെ മോളെ, നാളെ നന്നായിട്ട് ഒരുങ്ങി നിൽക്കണേ. കാര്യം എൻ്റെ ബന്ധുക്കളായാലും ഫംഗ്ഷന് വരണ പകുതി വരും നിങ്ങൾ അളക്കാൻ വരണവരാ. ശരി അമ്മ, എന്നാൽ പോയിട്ട് വരാം. ശരി ശരി. പിന്നെ എന്തായി നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ? ഫുഡ് കാറ്ററിങ്ങാ? ആ, അമ്മയ്ക്ക് ഇത്രയും പേർക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ആ പിന്നെ അമ്മാവന്മാരെന്തായാലും നാളെ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചൊക്കെ ചോദിക്കും. എങ്ങനെയാണ് അച്ഛൻ്റെ പ്ലാൻ? ആ, അത് പിന്നെ അച്ഛൻ അച്ഛാ, നാളെ ഉറപ്പീരിന് പെണ്ണിന് എന്ത് കൊടുക്കുമെന്ന് വെച്ചാൽ അച്ഛൻ എന്ത് പറയും? എന്നാ കഴിയുന്ന പോലെ ചെയ്യുമെന്ന് പറയും. അങ്ങനെയല്ല നിന്റെ ചേച്ചിക്കും ചെയ്തത്. അച്ഛാ, ചേച്ചി കയറി ചെന്ന കുടുംബം പോലെ അല്ല ഇവര്. എല്ലാം അറുത്ത് മുറിച്ച് മുഖത്ത് നോക്കി പറയുന്നവരാ. ഇപ്പൊ അരുൺ ചേട്ടൻ വിളിച്ചപ്പോഴും ഇത് തൊട്ടും തൊടാതെ എന്നോട് ചോദിച്ചു. അയ്യോ, അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ആളാണെങ്കിൽ നമുക്കിത് ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ? ഇനി ഇതിൽ എന്തോന്ന് ആലോചിക്കാൻ? ഈ ജന്മത്തിൽ എനിക്ക് ഇതിനേക്കാളും വലിയൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരുമോ? അതെങ്ങനെ? എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിട്ട് ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നല്ല. അല്ലെങ്കിലും പണ്ടേ നിങ്ങൾക്ക് ചേച്ചിയെ തന്നെ ഇഷ്ടം. അവിടെ അങ്ങ് സേഫ് ആക്കി. ശ്രേയ മതി, ഞാനിപ്പോ എന്ത് വേണം നീ അത് പറ. 75 പവനെങ്കിലും കുറഞ്ഞത് കൊടുക്കണം. ഒരു കാറും തരുമെന്ന് പറയണം. 75 പവനാ? അരുണിന്റെ ചേച്ചിയുടെ കല്യാണ ആൽബം ഞാൻ കണ്ടതാ. കുറഞ്ഞത് 100 പവനെങ്കിലും ഇട്ട് കാണും. അപ്പൊ ഞാൻ അവിടെ കയറി ചെല്ലുമ്പോ അതിന്റെ പകുതിക്ക് മേലെങ്കിലും ഇടണ്ടേ? ഇടി, നിന്റെ കല്യാണത്തിന് വേണ്ടി ചിട്ടി പിടിച്ചതും അപ്പോഴപ്പോഴായിട്ട് സ്വരുക്കൂട്ടിയത് എല്ലാം കൂടി ചേർത്താൽ ഒരു 30 പവനെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. എന്നാ പിന്നെ ഞാൻ കെട്ടുന്നില്ല. ഈ 30 പവനം കൊണ്ട് അവരുടെ വീട്ടിൽ കയറി ചെന്ന് അവരുടെ കുത്തുവാക്കം കേട്ട് നരകിക്കുന്നതിനേക്കാളും കെട്ടാതിരിക്കുന്ന തന്നെ നല്ലത്. നിങ്ങളും ഈ പത്രവാർത്തയൊക്കെ കാണുന്നതന്നെയല്ലേ? എടി, ഇപ്പൊ നമുക്ക് കഴിയാത്തത് എന്ത് ചെയ്യാൻ പറ്റും നീ പറ. നാളെ ഇതെല്ലാം കൂടി ഏറ്റുവെച്ചിട്ട് കല്യാണത്തിന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വലിയ നാണക്കേടാവും. കുറവ് വന്നതിനൊരു ലോൺ എടുക്കണം. എന്തായാലും നാളെ ഉറപ്പിരുന്ന് ഈ സ്വർണം മൊത്തം ഒന്നും കാണിക്കണ്ടല്ലോ. കല്യാണത്തിന് 3-4 മാസവും ഉണ്ട്. ആ സമയം കൊണ്ട് ലോൺ എടുത്ത് ആഭരണങ്ങൾ വാങ്ങിയാൽ മതി. എന്നിട്ട് ലോൺ ആരടയ്ക്കും? കൊള്ളാം, നല്ല അച്ഛൻ. എനിക്ക് ഈ കല്യാണം വേണ്ട. കല്യാണം കഴിപ്പിക്കാൻ വക്കില്ലെങ്കിൽ പെൺമക്കൾ ഉണ്ടാക്കരുത്. എടി, അവൾ അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞതാണ്, അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണിത്. എന്തായാലും നമ്മൾ അവളെ കഷ്ടപ്പെട്ട് വളർത്തി, ഇനി ഇതും കൂടെ അവളെ ഇഷ്ടത്തിന് നടത്തി കൊടുക്കും. എന്താ, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡില്ലേ, അത് കൊടുത്ത് പുതിയത് കുറച്ച് വാങ്ങിക്കാം. എടി, എന്നാലും പിന്നെയും വേണം 10-30 ലക്ഷം രൂപ. അതിന് ഞാൻ എവിടെ പോവാൻ? മോള് പറഞ്ഞതുപോലെ ഒരു ലോൺ എടുക്കാം, വീട് പണയം വെച്ച്. എല്ലാം മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ. ചേച്ചി, കല്യാണം ഉറപ്പിച്ചതിൻ്റെ അന്ന് മുതൽ ഈ പെണ്ണ് തറയിലൊന്നും അല്ല. പിന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമല്ലേ കിട്ടിയിരിക്കുന്നത്. മഹാഭാഗ്യമല്ലേ നമ്മുടെ. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുടുംബമല്ലേ ചേച്ചി അവരുടേത്. ആ ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാമേ, ചേട്ടൻ വന്ന്. ചേട്ടാ, എന്തായി കാര്യങ്ങളൊക്കെ? ലോൺ ഡിക്ലൈനായി. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത്രയും വലിയ തുക ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിനി എന്ത് ചെയ്യും ചേട്ടാ? അന്ന് നമ്മൾ വാക്ക് കൊടുത്തതല്ലേ ഉറപ്പിക്കണെന്തെന്ന്. അവർ ചോദിക്കാതെ നിന്റെ മോള് പറയുന്നതും കേട്ട് അങ്ങോട്ട് കയറി പറഞ്ഞതല്ലേ. നമുക്ക് അരുണിൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞാലോ? നന്നായിരിക്കും.
വാക്കിന് വിലയില്ലാത്തവരെന്ന് പറഞ്ഞ് ഈ കല്യാണം നിർത്തി അവരങ്ങ് പോകും. മോളെ, നീ അമ്പന് വല്ലതും അടുക്കാതെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ലോൺ കിട്ടൂല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ വളരെ തുച്ഛമായ എമൗണ്ടേ കിട്ടുള്ളൂ. എടുത്തു വെക്കാൻ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും നോക്കായിരുന്നു. എന്നാ പിന്നെ ഈ വീട് വിൽക്കാം. എന്തോന്ന്? കിടപ്പാടം വിറ്റെങ്കിലും മോക്ക് കല്യാണം നടത്തി കൊടുക്കാൻ. എന്നിട്ട് നീ കല്യാണം കഴിഞ്ഞ് പൊടിയും നെട്ടി അങ്ങ് പോവും, ഞങ്ങൾ കടത്തന്നെ കിടക്കുവോ? നിങ്ങളിങ്ങനെ കാട് കയറി ചിന്തിക്കാതെ. അച്ഛാ, ഇപ്പൊ ഈ വീട് വിറ്റ നല്ല വില കിട്ടും. പിന്നെ എന്റെ കല്യാണമൊക്കെ നന്നായിട്ട് നടത്തിയിട്ട് ബാക്കിയുള്ള പൈസയ്ക്ക് ഒറ്റയ്ക്കൊരു വീട് എടുത്താ പോരെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ജോലിക്ക് പോകും. പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കൂലേ. ഈ വീട് നിനക്കും പൂജയ്ക്കും കൂടി ഉള്ളതാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തിന്? അവക്കും ഭർത്താവിനും ജോലിയുണ്ട്. പിന്നെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു തന്നെയല്ലേ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി അവർക്ക് ഒരു അവകാശവും ഇല്ല. ഇപ്പോഴും കെട്ടിച്ചു വിട്ട മോളെ കുറിച്ചാണ് നിങ്ങൾക്ക് ആദ്യം. നിങ്ങൾ തന്നെ എന്നെ പ്രസവിച്ചത്. മതി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതെല്ലാം നിനക്ക് നാളെയും ഓർമ്മ വേണം. നീ ആയതുകൊണ്ട് ഞങ്ങളെ നോക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വില പറ. ഉറപ്പിക്കണ്ട, ഞാൻ വന്നിട്ട് ഉറപ്പിച്ചാൽ മതി കേട്ടാ. ഞാൻ ഇപ്പോൾ വേറെ പാർട്ടിയുടെ വീട്ടിൽ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾ പറഞ്ഞ ഈ 40 ഒന്നും നടക്കൂല. ആമാ, ഒരു 30 ഞാൻ എടുത്തോളാം. അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ നടത്തി ഇത് മറച്ചു വെക്കുമ്പോഴേ നമുക്കും വല്ലതൊക്കെ കിട്ടണ്ടേ. എല്ലാം അങ്ങോട്ട് സംസാരിച്ചാൽ മതി. അവളാണെല്ലാം തീരുമാനം എടുക്കുന്നത്. ചേട്ടാ, 30 ഓക്കെയാണ്. നമുക്ക് എപ്പോഴത്തേക്ക് ഇടപാട് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5 ലക്ഷം രൂപ അഡ്വാൻസ് എന്ന എഗ്രിമെൻ്റ് എഴുതാം. ബാക്കിയൊരു 6 മാസത്തിൻ്റെ അകത്ത് ഇടപാട് ചെയ്യാം. അയ്യോ ചേട്ടാ, 6 മാസമൊന്നും പറ്റൂല. 2 മാസത്തിലുള്ള എൻ്റെ കല്യാണമാണ്. അതിന് മുമ്പ് ഇടപാട് ചെയ്തേ പറ്റൂ. അയ്യോ, അതെന്തായാലും നടക്കൂല. ഒരു 3 മാസത്തെങ്കിലും സമയം എനിക്ക് വേണം. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഇടപാട് കിടക്കണുണ്ട്, അതുകൊണ്ടാണ്. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ വയ്ക്കോ, കുഴപ്പമില്ല. ചേട്ടാ, കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ അഡ്വാൻസ് 10 വേണം. അത് നമുക്ക് ശരിയാക്കാം. എന്നാ ശരിയമ്മ, ഇറങ്ങട്ടെ. ശരിയേ, അപ്പോൾ ഓക്കെ. അച്ഛാ, അരുണിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒഴിവ് വിളിച്ചു പറഞ്ഞ് ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒരു 3 മാസം തള്ളി വയ്ക്കാൻ പറയൂ. ഇത്രയൊക്കെ നിനക്ക് ചെയ്യാൻ അറിയാമെങ്കിലേ ഇത് നീ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഞങ്ങൾ സമയം നോക്കുക ജോലിച്ച് അങ്ങനെയല്ലല്ലോ. നമുക്ക് രണ്ടുപേർക്കും കല്യാണത്തിന് പറ്റിയ സമയമൊന്നുമല്ലേ പറഞ്ഞത്? ചേട്ടാ, എൻ്റെ അച്ഛന് പരിചയമുള്ള ഒരു ജോത്സ്യമുണ്ട്. പുള്ളി നോക്കിയപ്പം ഇനിയുള്ള 5 മാസം എനിക്ക് ഭയങ്കര മോശ സമയം എന്നാണ് പറയണത്. അച്ഛനാണെങ്കിൽ അങ്ങേരെ ഒടുക്കത്തെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാനേതായാലും അമ്മയായിട്ടൊന്ന് ആലോചിച്ചിട്ടേ മറുപടി പറയാം. മാമ ഇതൊന്ന് വായിച്ചിട്ടേ ഇവിടെ ഒപ്പിട്ടേക്കെ. അരവിന്ദ് ചേട്ടാ, ആ, നീ എന്താ ഇവിടെ? അതുകൊള്ള എൻ്റെ ഭാര്യ വീട്ടിൽ കയറിയതിന് ഞാൻ എന്ത് ഇവിടെ എന്നാ? ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ. എടാ, നീ ആയിരുന്ന ചെറുക്കായി. ഇവർ ഈ കല്യാണത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞോളൂ. ഞാനാണ് ഈ വീട് വാങ്ങിക്കുന്നത്. വാങ്ങാൻ? അല്ല, വീട് വിൽക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. നീ അവനോട് പറഞ്ഞില്ലേ? ഇപ്പം എന്തിനാണ് വീട് വിൽക്കുന്നത്? പിന്നെ ഈ കല്യാണം നടത്തണ്ടേ? ചേട്ടാ, തൽക്കാലം ഈ വീട് വിൽക്കുന്നില്ല. ചേട്ടൻ പൊക്കോ, ഞാൻ വിളിച്ചോളാം. അല്ലേ, അത് ചേട്ടാ, ഞാൻ വിളിച്ചോളാം. ചെല്ലു. ഇപ്പം ഈ കല്യാണം നടത്താനുള്ള അവസ്ഥയില്ലെങ്കിൽ പിന്നെ കയറി ഉറപ്പിച്ചെന്തിനാണ്? നിങ്ങളെപ്പോലെ മടിയിൽ കാശം വെച്ചുണ്ടാക്കുന്നവരല്ലല്ലോ ഞങ്ങൾ. അച്ഛാ, എന്ത്? ഈ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ നിന്റെ വായിൽ നിന്ന് കുത്തുവാക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അവൻ്റെ വായിൽ നിന്നും കേൾക്കണം? അച്ഛാ, നിങ്ങൾ താമസിക്കുന്ന വീട് വിറ്റിട്ട് ഈ കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളെ സമ്മതിക്കേണ്ട കാര്യമില്ല.
കുറച്ചുകൂടെ സാമ്പത്തികമൊക്കെ ആയിട്ട് പോരായിരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 10-75 പവനെ കിട്ട് കല്യാണം നടത്തണമെങ്കിൽ ഇന്നല്ല പിന്നെ എന്നായാലും വീട് വിറ്റേ നടത്താൻ പറ്റുള്ളൂ അരുണേ. ഈ കല്യാണം ഉറപ്പിച്ച സമയത്ത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇത്രയൊക്കെ ഇടാൻ പറ്റുമെന്ന്. എന്തിടും എത്ര ഇടുമെന്ന് നിങ്ങൾ തന്നെയല്ലേ ചോദിച്ചത്? ഞങ്ങളെ ചോദിച്ചെന്നോ? എപ്പോ? ശ്രേയ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? പിന്നെ അമ്മാവന്മാരെന്തായാലും നാളെ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചൊക്കെ ചോദിക്കും. എങ്ങനെയാണ് അച്ഛൻ്റെ പ്ലാൻ? അത് പിന്നെ അച്ഛൻ വെറുതെ ഒന്ന് പരങ്ങണ്ട. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എല്ലാം ഇറങ്ങിയിട്ട് തന്നെ ഞാൻ വന്ന് പെണ്ണ് ചോദിച്ചത്. ഒറ്റ പൈസ എനിക്ക് സ്ത്രീധനമായിട്ട് വേണ്ട. ഞാനും അമ്മയും ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടാനും പോകുന്നില്ല. പിന്നെ കല്യാണത്തിന് ഒരു ആർഭാടവും വേണമെന്നില്ല. നിൻ്റെ അച്ഛനെ കൊണ്ട് എങ്ങനെ പറ്റുന്നോ അങ്ങനെ മതി. മോനെ അരുണേ, എവിടെ നമ്മളോട് പറഞ്ഞത്? ഇന്നലെ ഇവിടെ വിളിച്ച് കല്യാണം നീട്ടി വെക്കണമെന്ന് പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ വന്നോണ്ട് ഈ ചതി എനിക്കിപ്പോൾ അറിയാൻ പറ്റി. നിന്നോട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞല്ലേ ശ്രേയെ, അച്ഛൻ്റെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കി മാത്രം മതി ഇതെന്ന്. ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഒന്നും വാങ്ങാതെ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ളത്. അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട്. എന്തായാലും ആ തെറ്റിദ്ധാരണ അങ്ങ് മാറിയല്ലോ മോനെ. ഈ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് എൻ്റെ മോളെ കെട്ടിച്ചേക്കാൻ കഴിയുന്നത് എൻ്റെ ഭാഗ്യം. പക്ഷെ ഇനി എന്തായാലും ഇവിടെ കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോഴും ഇവിടെ പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ ഭാവിയെ പറ്റി ആലോചിച്ചിട്ടാണ്. ഈ വീടും പറ്റി കടവും മറിച്ച് നിന്റെ കല്യാണം നടത്താൻ പോകുന്ന ഇവരുടെ ഭാവിയെ പറ്റി നീ ആലോചിച്ചോ? നിന്റെ അച്ഛനും അമ്മയും റോഡിൽ കിടന്നാലും കുഴപ്പമില്ല, നിനക്ക് നിന്റെ സൈഡ് സേഫ് ആകണം അല്ലേ? ഈ സ്ത്രീധനം ചോദിച്ച് വാങ്ങണമാരെ പോലെ തന്നെ ഇത്ര കിട്ടിയാലേ കല്യാണം കഴിച്ച് പോകുള്ളൂ പറയുന്ന ഇവളമാരെ പോലുള്ളവരെയും പിടിച്ച് ജയിലിനകത്തിടണം. ഇത്ര സ്വർണം വേണം, ഇന്ന കാറ് വേണം, കല്യാണത്തിന് മുമ്പ് ഹൽദി കുൽദി മെഹന്തി എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരുടെ അടിവേര് വരെ ഇളക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളും. സ്റ്റാറ്റസോ സാമ്പത്തികമോ ഒന്നും നോക്കാതെ ഞാൻ ഈ കുടുംബത്തിന് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചതേ നിനക്ക് അല്പം വാല്യൂസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീരെ പോലും കാണാൻ കഴിയാത്ത നിന്നെയൊക്കെ ഉണ്ടല്ലോ. ഇരുപത്തഞ്ച് വർഷം നോക്കി വളർത്തി നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റും കാണിക്കാത്ത ഇവള് നാളെ എൻ്റെ അടുത്ത് അതിൻ്റെ അപ്പുറം കാണിക്കും. അറിഞ്ഞുകൊണ്ട് തലവെക്കാൻ എനിക്ക് വയ്യച്ച. നല്ലൊരു ജീവിതം കിട്ടേണ്ടിയിരുന്നതാണ്. നിന്റെ ആർത്തി കാരണം എല്ലാം നശിപ്പിച്ചല്ലോടി. സ്ത്രീധനം വാങ്ങുന്നത് തന്നെ നാണക്കേടാണെന്ന് പറയുന്ന ഈ സമൂഹത്തിൽ എനിക്ക് ഇത്ര പവൻ സ്വർണം കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിക്കുന്ന ചില പെൺമക്കളുമുണ്ട്. ഇത്തരം പെൺകുട്ടികൾ സ്വന്തം വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയോ അവസ്ഥയോ മനസ്സിലാക്കില്ലെന്ന് മാത്രമല്ല ഇവരുടെ ഭാവി സെക്യൂർ ആക്കാൻ വേണ്ടി പാരൻസിനെ കടക്കണിയിലാക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ മകൾ ഇതുപോലെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ കല്യാണത്തിന് ഹൽദി വേണം, മെഹന്തി വേണം, ഇത്രയും സ്ത്രീധനം വേണമെന്നൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ ദയവേത് അവരുടെ കല്യാണം സ്വന്തമായിട്ട് സമ്പാദിച്ചങ്ങ് നടത്തിക്കോളാൻ പറയുക. അല്ലെങ്കിൽ ഉള്ള സമ്പാദ്യമൊക്കെ വിറ്റുവലച്ച് മകളുടെ കല്യാണവും നടത്തി ശിഷ്ടകാലം അതിൻ്റെ ലോണും അടച്ച് കഷ്ടപ്പെടാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഈ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം അതാണ് ചോദിച്ചാലും സ്വന്തം മകൾ ചോദിച്ചാലും തെറ്റ് തന്നെയാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇനിയെങ്കിലും ഇത്തരം പെൺകുട്ടികൾ സ്വന്തം വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന